और मैं आपके लिए जगह तैयार करने के लिए जा रहा हूँ। जगह तैयार करने के पश्चात में मैं जहाँ बैठा है वहाँ आपको भी बिठाने के लिए मैं शीघ्र ही आऊंगा। प्रभु कहता है मैं आपके लिए जगह तैयार करने के लिए जा रहा हूँ। और जहाँ मैं बैठा हूँ वहाँ आपको भी बैठाने के लिए मैं आपको दोबारा लेने के लिए आऊंगा। അതേ അധ്യായത്തിന്റെ 18ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ उसी अध्याय के 18वां पद में इस प्रकार लिखा है, കർത്താവ് ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ്, यीशु मसीह अपने चेलों से कहता है ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, मैं कभी आपको अनाथ नहीं छोड़ूंगा, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുവാനിടയായി തീരും, मैं तुम्हारे करीब और पास आऊंगा। ഇന്ന് രാത്രിയിൽ നമുക്ക് ആ ഉറപ്പുണ്ടാകുവാനിടയായി തീരട്ടെ। और आज रात भी उस निश्चय को हमारे जीवन में होना जरूरी है। കർത്താവ് നമ്മളെ അനാഥരായി വിടുന്ന ദൈവമല്ല। हमारा प्रभु हमें कभी अनाथ नहीं छोड़ेगा। തള്ള തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നരുളി ചെയ്ത കർത്താവ് ഇന്നും വിശ്വസ്തനായി നമ്മോട് കൂടെയുണ്ട്। माँ अपने बच्चों को भूल सकता है परंतु मैं कदापि तुम्हें नहीं भूलूंगा, ऐसा वायदा हुआ किया हुआ परमेश्वर है। വീണ്ടും അതേ അധ്യായത്തിന്റെ 28ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ और उसी अध्याय के 28वें पद में इस प्रकार लिखा है, ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരികയും ചെയ്യും എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ എന്ന് യേശു പറഞ്ഞിരിക്കുന്നു। और यीशु मसीह इस प्रकार कहा है, मैंने आपको बताया है कि मैं आपके पास से ले जाएगा, मैं जाऊंगा और फिर दोबारा आएगा भी। അപ്പോൾ കർത്താവ് നമ്മളോട് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്, ഞാൻ പോയിരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ വേഗം വരുവാനിടയായി തീരും। यीशु मसीह हमसे वायदा किया है, मैं गया है पिता के पास और मैं दोबारा भी आऊंगा। വീണ്ടും അനേക വാക്കുകളിലൂടെ കർത്താവ് തന്റെ പുനരാഗമനത്തെ കുറിച്ച് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്। और फिर यीशु मसीह कई जगहों में अपने वचनों के द्वारा अपने दोबारा आगमन के विषय में कहा है। ദൈവദൂതന്മാരും കർത്താവിന്റെ പുനരാഗമനത്തെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്। और स्वर्गदूत भी जो है यीशु मसीह के दोबारा आगमन के बारे में प्रस्तुत किया है। കർത്താവിന്റെ സ്വർഗാരോഹണ സമയത്ത് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരുടെ മുമ്പാകെ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, और यीशु मसीह जब इस संसार से बादलों पर उठा लिए जा रहे थे तभी स्वर्गदूत ने इस प्रकार प्रश्न उठाया, ഗലീല പുരുഷന്മാരെ നിങ്ങൾ സ്വർഗത്തിലേക്ക് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? हे गलीले के पुरुष लोगों, आप स्वर्ग की ओर या बादलों की ओर क्यों देख रहे हो? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരുമെന്ന് അരുളി ചെയ്തു। और स्वर्गदूत वहां इकट्ठे हुए लोगों से कहता है, जिस प्रकार आप यीशु मसीह को अभी बादलों पर लिए जाते हुए आपने देखा, उसी तरह यीशु मसीह दोबारा बादलों पर आएगा। അപ്പോൾ നമ്മുടെ പ്രാണനാഥൻ സ്വയം സാക്ഷ്യം പറഞ്ഞ് തന്റെ പുനരാഗമനത്തെ ഉറപ്പിക്കുവാനിടയായി തീർന്നു। पहली बात जो है, यीशु मसीह स्वयं अपने शब्दों से कहा है कि मैं दोबारा आऊंगा। രണ്ടാമത് സ്വർഗദൂതന്മാർ ആ സാക്ഷ്യത്തെ ഉറപ്പിക്കുവാനിടയായി തീർന്നു। दूसरी बात, उस गवाही को स्वर्गदूतों ने पक्का किया। അപ്പോസ്തലന്മാരുടെ വാക്കുകളിലൂടെ ദൈവജനത്തെ ദൈവസഭയെ ആത്മാവ് ബലപ്പെടുത്തുവാനുമിടയായി തീർന്നു। और प्रेरितों के वचन के द्वारा परमेश्वर की आत्मा ने कलीसिया को इस विषय में दृढ़ किया। എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയോട് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, इब्रानियों की पत्रियों में वहाँ लेखक इस प्रकार कहता है, തനിക്കായി കാത്തുനിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി और उसके लिए जो बाट जोते हैं उनकी रक्षा के लिए അവൻ പാപം കൂടാതെ വീണ്ടും പ്രത്യക്ഷനാകും എന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു। और वे बिना पाप के प्रकट होगा, इस प्रकार आत्मा कहती है। തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരുമ്പോൾ തെസ്സലോനിയോं की पत्री में കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് വിളിച്ചു പറയുന്നു। और वहाँ लिखा है, तुरी की आवाज के समान बड़े ललकार की आवाज के साथ परमेश्वर स्वर्गदूतों के साथ उतर आएगा, इस प्रकार लिखा गया है। അതേ ലേഖനത്തിന്റെ 5ാം അധ്യായം 2ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ और उसी पत्री की 5वां अध्याय उसके दूसरे पद में इस प्रकार लिखा है, രാത്രിയിൽ വരുമ്പോലെ ആ നാൾ വരുമെന്ന് ആത്മാവിൽ അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുകയാണ്। और जिस प्रकार चोर जो
जो है रात्रि चोरी के लिए आते हैं, उसी प्रकार यीशु मसीह का दोबारा आगमन होगा, इस प्रकार लिखा है। കർത്താവിന്റെ പുനരാഗമനത്തിന്റെ സമയത്തെ ആർക്കും തിരിച്ചറിയുവാൻ കഴിയുകയില്ല. यीशु मसीह का दूसरा आगमन किस समय होगा इसका किसी को पता नहीं। കള്ളൻ രാത്രിയിൽ കടന്നു വരുന്നത് പോലെയായിരിക്കും അവന്റെ വരവ്. और जिस प्रकार चोर रात को चोरी के लिए आते हैं, उसी प्रकार यीशु मसीह का दोबारा आगमन होगा। എന്നാൽ ദൈവസഭയെ സംബന്ധിച്ച്, ദൈവമക്കളെ സംബന്ധിച്ച് സ്വർഗം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവന്റെ വരവിനായി നമ്മൾ ഒരുങ്ങി കാത്തിരിക്കണമെന്നുള്ളതാണ്. परंतु परमेश्वर हमसे या परमेश्वर की कलीसिया से ये इच्छा रखता है कि हम हर पल और हर समय उसकी दोबारा आगमन की प्रतीक्षा में हम हमेशा बने ഈ रहें। ദിവസങ്ങളിൽ ഇവിടെ കേട്ട സുവിശേഷ വചനത്തിന് മുമ്പാകെ ജീവിതം സമർപ്പിക്കപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ പ്രാണനാഥന്റെ വരവ് ഏതു നിമിഷവും സംഭവിക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഒരുങ്ങി കാത്തിരിക്കുവാനിടയായി തീരണം. और यहाँ आप सुसमाचार सुनको आपका मन को तैयार किया है। मैं आपसे कहना चाहता हूँ, अब यीशु मसीह के दोबारा आगमन कभी भी हो सकता है। बड़े तैयारी के साथ आपको रहना है। നാം ശേഷമുള്ളവരെ പോലെ ആകരുത്. और अन्य लोगों के समान हमें नहीं बनना है। പൗലോസ് പറയുകയാണ്, ശേഷമുള്ളവരെ പോലെ നമ്മൾ ഉറങ്ങുന്നവരാകരുത്. और अन्य लोगों के समान हम सोए हुए अवस्था में नहीं रहना है। നമ്മൾ ഇരുളിന്റെ മക്കൾ അല്ല. हम अंधकार के संतान नहीं है। നമ്മൾ പകലിന്റെ മക്കളും വെളിച്ചത്തിൽ വസിക്കുന്നവരുമാണ്. और हम दिन के लोग बच्चे हैं और परमेश्वर की ज्योति में रहने वाले लोग हैं। അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, അവന്റെ വരവിങ്കൽ നീയും കാണപ്പെടണമെന്നുണ്ടെങ്കിൽ, എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ കർത്താവിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുവാനിടയായി തീരണം. और प्रियो, आपको भी यीशु मसीह के दोबारा आगमन पर उठा लिया जाना है, तो आपको भी बड़े तैयारी के साथ बैठना है। ഇന്ന് രാത്രിയിൽ കർത്താവ് വരുന്നു എങ്കിൽ അവനോടുകൂടെ എടുക്കപ്പെടണമെന്നുള്ളതിൽ നമ്മൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? और यीशु मसीह का दोबारा आगमन अगर आज होगा तो हम में से कितने लोग इस अपेक्षा करते हैं कि मुझे भी उसके साथ जाना है? എത്ര പേർ അതിനായി വാഞ്ചിക്കുന്നുണ്ട്? कितने लोग इसकी प्रतीक्षा और अपेक्षा करते എത്ര പേർ हैं? അതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്? कितने लोग इसकी इच्छा रखते हैं? എത്ര പേർ അതിനായി പ്രാർത്ഥിക്കുന്നുണ്ട്? कितने लोग इसके लिए प्रार्थना ഈ करते हैं? ലോകത്തുള്ള കഷ്ടവും ഈ ലോകത്തിലെ കണ്ണുനീരും വിട്ടിട്ട് കണ്ണുനീരില്ലാത്തൊരു നാട്ടിലേക്ക് ഞാൻ കടന്നു പോകുവാനിടയായി തീരും. और इस संसार के क्लेश और दुख भरे अवस्था को छोड़कर बिना क्लेश के बिना दुख के एक जगह में मैं जाने के लिए तैयार हूँ। എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു വസ്തുത നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. परंतु एक सच्चाई को मैं आपके सामने कहना चाहता हूँ। കർത്താവിന്റെ വരവെങ്കിൽ എല്ലാവരും എടുക്കപ്പെടുകയില്ല. यीशु मसीह के दोबारा आगमन पर सभी उठा लिए नहीं जाएंगे। പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ കർത്താവ് പറയുന്നുണ്ട്, नया नियम में यीशु मसीह इस प्रकार कहता है, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. और कहा है कि हे प्रभु पुकारने वाले सभी प्रभु के चरणों पे नहीं जाएगा, परंतु पिता परमेश्वर के इच्छा को पूरा करने वाला को ही स्वर्ग राज्य का वारिस बन सकता യേശു है। യേശു എന്ന് വിളിച്ചുകൊണ്ട് അനേകർ നടക്കുന്നുണ്ട്. എന്നാൽ തിരുവചനത്തിലെ സത്യത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയട്ടെ, എല്ലാവരും ആ നാളിൽ എടുക്കപ്പെടുകയില്ല. यीशु यीशु पुकारने वाले कई लोग इस संसार में हैं, लेकिन वे सब लोग उठा नहीं ली जाएंगे। ആ നാളിൽ കടന്നു വന്ന് കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ കർത്താവ് അവരോട് ഇങ്ങനെ മറുപടി പറയുവാനിടയായി തീരും. और वे लोग आकर प्रभु से कहेंगे, हे प्रभु यीशु मैंने आपके नाम से दुष्टात्माओं को बाहर किया, हे प्रभु मैंने आपके नाम से जो भविष्यवाणी किया, लेकिन उनको मोड़कर यीशु मसीह उनसे यूं कहेगा, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. मैं तुम्हें नहीं जानता हूँ। അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീനെന്ന് കർത്താവ് പറയുവാനിടയായി തീരും. अधर्म और बुराई करने वाले हे लोगों मुझे छोड़कर चले जा, इस प्रकार कहता है। ഇന്ന് രാത്രികാലം കർത്താവ് നമ്മളെ നോക്കി അങ്ങനെ പറയരുത്. और यीशु मसीह हमें देखकर इस प्रकार ना कहे। കർത്താവ് നമ്മളെ നോക്കുമ്പോൾ നമ്മളെ കുറിച്ച് പറയണം, ഞാൻ ഇവനെ അറിയുന്നു. और यीशु मसीह जब हमें देखता है, यीशु मसीह हमसे कहना है, मैं इसे जानता हूँ। എന്നെയും നിന്നെയും കർത്താവ് കാണുമ്പോൾ പറയണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്ന് വിളിക്കുവാനിടയായി തീരണം. और प्रभु जब हमें देखेगा तब वे हमसे कहे, हे विश्वास योग्य दास, हे विश्वास योग्य दासी, इस प्रकार का नाम हमसे कहे। കർത്താവിന്റെ വരവിങ്കൽ
എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ തിരുവചനത്തെ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റീസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാനിടയായി തീരണം. और यीशु मसीह के दोबारा आगमन पर अगर उठा लिया जाना है तो वचन में प्रस्तुत किया गया गुण हमारे भीतर में होना जरूरी है. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം സ്വന്തം ഇഷ്ടപ്രകാരം ലോകത്തിന്റെ മോഹങ്ങളിലും പാപങ്ങളിലും കുടുങ്ങി ജീവിച്ചിട്ട് അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടാമെന്ന് നമ്മൾ ചിന്തിക്കരുത്. और यीशु मसीह को अपना उद्धारकर्ता रूप में स्वीकार करने के पश्चात में अपनी इच्छाओं के अनुसार और अपनी अभिलाषाओं के संसार की अभिलाषाओं में आप जियोगे तो यीशु मसीह का दोबारा आगमन पर आप उठा नहीं लिया जाएगा. ഇന്ന് അനേകർ ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് ശക്തിയെ ത്യജിച്ചുകൊണ്ട് നടക്കുന്ന കാലഘട്ടമാണ്. और अंधी के इस समय में कई लोग जो है भक्त के वेश तो धारण करते हैं परंतु उसके शक्ति को वे छोड़ देते हैं. പുറമേ നോക്കിയാൽ പാട്ടുണ്ട്, ആരാധനയുണ്ട്, കയ്യടിയുണ്ട്. और बाहर से देखने से वे प्रार्थना करते हैं, ताली बजाते हैं, आराधना तो करते हैं, ചർച്ചിൽ പോകുന്നുണ്ട്, वे गिरजाघरों में जाते तो ഒരു है കൂട്ടായ്മയ്ക്ക് മുടക്കം വരുത്തത്തില്ല. और कोई भी सभाओं को नहीं छोड़ते हैं അകത്തളങ്ങളിൽ പാപം പെരുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. परंतु उनके जीवन के भीतर में पाप की गिनती बढ़ती जा रही है. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, മനുഷ്യൻ പുറമേയുള്ളത് കാണുമ്പോൾ അകമേയുള്ളത് കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് രാത്രി നീ മറന്നു പോകരുത്. और हमें इस बात का स्मरण रखना है, मनुष्य जो है बाहर की बातों को देखता है लेकिन हमारे दिल को जांचने वाला एक परमेश्वर है. അഗ്നിജ്വാലയ്ക്ക് കണ്ണുള്ളവന്റെ മുമ്പിലാണ് നമ്മൾ കടന്നു വരുന്നതെന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. और परमेश्वर की आग अग्नि की समान है और सारा बात उसके सामने खुला है. ഹൃദയാന്തരങ്ങളെ ശോധന ചെയ്യുന്ന, വ്യക്തമായിട്ട് ശോധന ചെയ്തറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പാകെയാണ് കടന്നു വരുന്നതെന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. और सारे बातों को अच्छी तरह जांचने वाला एक परमेश्वर के सामने हम आते हैं, इस बात को हमें स्मरण रखना है. അങ്ങനെയാണ് എങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? और यीशु मसीह के दोबारा आगमन पर हमें जाना है तो क्या गुण हम में होना है? ചില ക്വാളിറ്റികൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. कुछ गुण मैं कहना चाहता हूँ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് വചനത്തിൽ കാണുന്നത്. पहली कुरिन्थी 15 अध्याय उसके 22वें पद में इस प्रकार लिखा है, ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും, और मसीह यीशु में सब जिएंगे, ഓരോരുത്തരും താൻ താന്റെ നിലയിലത്രേ, और हर एक व्यक्ति को अपने अपने काम के अनुसार. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം എന്ന് കാണുവാൻ സാധിക്കുന്നു. पहला होता यीशु मसीह होगा और उसके पश्चात में जो उसके ऊपर विश्वास करते हैं उनका होगा. അവന്റെ വരവെങ്കിൽ നീ എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, ഞാൻ എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്രിസ്തുവിനുള്ളവനായി മാറുവാനിടയായി തീരണം. अगर यीशु मसीह के दोबारा आगमन पर हमें जाना है तो हम मसीह का बनना जरूरी है. 1 തെസ്സലോനിക്കർ എഴുതിയ 4-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്തൊരു പദം കൊടുത്തിട്ടുണ്ട്. और 1 തെസ്സലോനിയോं की पत्री 4 अध्याय इसके 16 पद में वाक्य में इस प्रकार लिखा है, ക്രിസ്തുവിലുള്ളവർ എന്ന വചനം കൊടുത്തിട്ടുണ്ട്. और वहाँ लिखा है जो मसीह यीशु में है. 2 പദങ്ങളാണ് വചനം പറയുന്നത്. और 2 शब्द पवित्र शास्त्र कहता है. നീ ക്രിസ്തുവിനുള്ളവനാകണം. पहली बात जो है आप मसीह का बनना है. 2 നീ ക്രിസ്തുവിലായിരിക്കണം. दूसरा जो है आप मसीह में होना है. ക്രിസ്തുവിനുള്ളവർ അവനെ രക്ഷിതാവായി അംഗീകരിച്ച്, और जो मसीह का है वे लोग यीशु मसीह को स्वीकार कर ദൈവവചനപ്രകാരം ജീവിക്കുകയും और यीशु मसीह के वचन के अनुसार अपना जीवन को व्यक्तित्व करते हैं, ആരാധിക്കുകയും आराधना करते हैं, ആത്മാക്കളെ രക്ഷയിലേക്ക് നടത്തുകയും आत्माओं को यीशु के लिए जीतते हैं, ദൈവിക കാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ളവരുമായിരിക്കും. और परमेश्वर के कार्यों में वे तात्पर्य रहते हैं. ഇന്ന് രാത്രികാലം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. और आज के दिन में हम अपने आप को जरा जांचे, നമ്മൾ ക്രിസ്തുവിലാണോ വസിക്കുന്നത്? क्या हमारा जीवन मसीह में है? നമ്മൾ ക്രിസ്തുവിനുള്ളവരാണോ? क्या हम मसीह के हैं? നമുക്കൊരിക്കലും 2 ബോട്ടിൽ യാത്ര ചെയ്യുവാൻ കഴിയുകയില്ല. हम कभी भी 2 नावों में अपने जीवन को व्यतीत नहीं कर सकते हैं. ഒരു കാല് ലോകത്തിലും
एक पैर जो है दुनिया में, മറ്റേ കാല ക്രിസ്തുവിലും വെച്ചുകൊണ്ട് രണ്ട് ബോട്ടിൽ യാത്ര ചെയ്യുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. और दूसरा पैर जो है मसीह यीशु में रखकर इस प्रकार हम अपने जीवन को आगे नहीं बढ़ा सकते हैं. ഇന്ന് രാത്രിയിൽ ഒരു പുതിയ തീരുമാനത്തോടെ നമ്മൾ ഇതിനകത്തുനിന്ന് കടന്നു പോകുവാനിടയായിച്ചിരുന്നു. आज रात को हम एक बड़ा निर्णय के साथ हमें जाना है. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, for me to live is Christ and to die is gain. और पौलुस इस प्रकार कहता है, मुझे जीना तो मसीह है, मरना नफा है. इस प्रकार कहता है, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമെന്ന് പൗലോസ് വിളിച്ചു പറയുവാനിടയായി. और पौलुस कहता है मुझे जीना तो मसीह है और मरना मेरे लिए लाभ है. इस प्रकार कहता है. ഇന്ന് രാത്രി ലോകത്തെയും ലോകത്തിന്റെ മോഹങ്ങളെയും നോക്കിക്കൊണ്ട് നമുക്ക് വിളിച്ചു പറയാ, ലോകമേ നിന്റെ മോഹങ്ങളെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് ഇന്നു മുതൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനിടയായി തീരും. आइए हम संसार से इस प्रकार कहे, हे संसार और तेरी अभिलाषाओं को मैं छोड़कर मैं मसीह के लिए जीना चाहता हूँ. ക്രിസ്തുവിലും ക്രിസ്തുവിനായും നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ വരവെങ്കിൽ അവനോടുകൂടെ എടുക്കപ്പെടുവാനിടയായി തീരും. अगर हम मसीह में और मसीह के लिए अपने जीवन को व्यतीत करते हैं तो उसका दोबारा आगमन पर हम उठा लिया जाएगा. രാത്രി എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ പകുതി കർത്താവിനും പകുതി ലോകത്തിനും അല്ലെങ്കിൽ സാത്താനും കൊടുത്തുകൊണ്ടുള്ള യാത്ര ഇന്ന് രാത്രി ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് എനിക്ക് പൂർണ്ണമായി എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള സമർപ്പണത്തിലേക്ക് കടന്നു വരട്ടെ. और जिस प्रकार आधा दुनिया के लिए आधा मसीह के लिए इस प्रकार का जिंदगी को बंद करते हुए अपना पूरा जिंदगी मसीह को लिए समर्पण करते हुए अपने जीवन को आगे बढ़ाएंगे. അടുത്ത പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത്, अगला जो मुख्य गुण जो है, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ प्रकाशित के पुस्तक उसका 6 अध्याय ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, 20वें पद में, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. पहले पुनरुत्थान में जो भागीदार है वे भाग्य है. इस प्रकार लिखा गया है. യേശു ക്രിസ്തുവിന്റെ ദ്വിതീയ ആഗമനത്തിൽ പങ്കെടുക്കുവാനുള്ള ഒരു പ്രധാന യോഗ്യത എന്ന് പറയുന്നത് ജീവിത വിശുദ്ധിയാണ്. और यीशु मसीह के दोबारा आगमन में हमें जाना है, तो यह भाग होना है, तो पवित्रता ही हमारे जीवन का मुख्य गुण होना है. മത്തായി സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ മുമ്പേ കേട്ടതുപോലെ സ്വർഗരാജ്യത്തെ പ്രവേശിക്കുവാൻ നമ്മൾ ദൈവേഷ്ടം ചെയ്യുവാനിടയായി തീരണം. और पहले हमने जिस प्रकार सुना मत्ती के 7:21 में, अगर परमेश्वर के राज्य में हमें प्रवेश करना है तो प्रभु की इच्छा को हमें पूरा करना है. തെസ്സലോനിക്ക ലേഖനത്തിൽ 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ ആത്മാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തെസ്സലോനിക്ക की 4 अध्याय उसके 3रे वाक्य में इस प्रकार लिखा है, ദൈവേഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. प्रभु की इच्छा तो हमारी शुद्धिकरण या पवित्रता ही होना. എബ്രായ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, इब्रानियों की पत्री में पौलुस कहता है, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല എന്ന്. बिना पवित्रता के कोई भी प्रभु को नहीं देखेगा. ആകയാൽ ജീവിത വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഇന്ന് രാത്രി നമ്മളെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. इसलिए हम पवित्रता से अपने जीवन को व्यतीत करने के लिए अपने जीवन को समर्पण करें. വിശുദ്ധനായ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളെ, അവൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അശുദ്ധിയല്ല, നേരെ മറിച്ച് വിശുദ്ധിയോടെ ജീവിക്കുവാനാണ് അവൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. और पवित्र परमेश्वर हमसे ये इच्छा रखता है, हम अशुद्धता में अपने जीवन को व्यतीत ना करें, परंतु पवित्र जीवन व्यतीत करें. നമ്മളെ കുറിച്ചുള്ള ദൈവേഷ്ടം എന്ന് പറയുന്നത് ശുദ്ധീകരണം അത്രേ. और प्रभु की हमारी इच्छा जो हमारे प्रति इच्छा जो है हमारी शुद्धिकरण. ഇന്ന് രാത്രികാലം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. और कुछ क्षण के लिए अपने आंखों को बंद करें ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. और परमेश्वर के वचन के सामने हम जरा ഇതാ जांचें. ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്ത നമ്മുടെ കർത്താവ് और प्रभु ने कहा है, हे देखो मैं शीघ्र ही आने वाला അവൻ हूँ. രാത്രിയിൽ വരുമ്പോൾ അവൻ കടന്നു വരുവാനിടയായി തീരും. जिस प्रकार चोर रात्रि को आते हैं उस प्रकार वही ഈ आएगा. ദിവസങ്ങളിൽ കേട്ട ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്ത് നമ്മൾ ദൈവമക്കൾ എന്ന പദവിയിലേക്ക് മാറ്റപ്പെടുവാനിടയായി തീർന്നു. और जब हम यहाँ सुने हुए वचन को स्वीकार किया तो परमेश्वर का पुत्र के उस स्तर में हम बदल गए हैं. കർത്താവ് തന്റെ നിക്ഷേപമാകുന്ന തന്റെ സഭയെ ചേർക്കുവാൻ, തന്റെ മക്കളെ ചേർക്കുവാൻ വേഗം വരുവാൻ പോകുകയാണ്. और परमेश्वर अपना धन यानी परमेश्वर की कलीसिया को शीघ्र ही ले जाने के लिए वे जल्दी आने वाला ഈ है. രാത്രി ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പാകെ ചോദിക്കട്ടെ. और मैं इस प्रकार सवाल करना चाहता ഈ हूँ, രാത്രി കർത്താവ് വന്നു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ, और इस रात को अगर प्रभु आए, ഈ രാത്രി കാഹളം മുഴങ്ങിയാൽ, इस रात को अगर तुरही की आवाज होए ദൂതന്റെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ, और प्रधान दूत के अगर शब्द हुए, നീയും അവനോടുകൂടെ എടുക്കപ്പെടുമെന്നുള്ള ഉറപ്പ് ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് പ്രാപിച്ചുകൊണ്ട് വേണം കടന്നു പോകുക. आप इस निश्चय के साथ यहाँ से जाए, अगर तुरही की आवाज होगा मैं भी उठा लिए जाएगा, ക്രിസ്തുവിലുള്ളവർ അവനോടുകൂടെ എടുക്കപ്പെടുവാനിടയായി തീരും. और जो मसीह यीशु में है वे उठा लिए जाएगा, ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനിടയായി और തീരും. मसीह के जो है वे उठा लिए जाएंगे, മൂന്ന് ജീവിത വിശുദ്ധിയോടെ നിൽക്കുന്നവർ അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനിടയായി തീരും. और तीसरी बात जो पवित्रता से अपने जीवन को व्यतीत करते हैं वे उठा लिया जाएगा. വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്ക് തുടർന്നുള്ള ദൈവശങ്ങൾ ദൈവസനയിലായിരിക്കാം. और बड़ी प्रार्थना पूर्वक आगे के समय हम बैठे, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ശക്തി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുമോ? और परमेश्वर के वचन के सामर्थ्य जब हमारे सामने प्रकट होगा, ഒരു നിമിഷം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവസനയിലായിരിക്കാം. और हम अपने आप को समर्पण